ഇതും മനഃപൂർവമായി ക്രൈസ്തവ സമൂഹത്തെ ദ്രോഹിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തിന് ലഭിച്ചിരുന്ന, ഒരിക്കലും ചെയർമാൻ ഇവർ തരില്ല, രണ്ടാമത്തെ അംഗമെങ്കിലും ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നപ്പോൾ അതും എടുത്തു കളയാനാ ചെയ്തത് എന്നുള്ളത്. അതിനുശേഷം 2 തവണ ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് നോമിനേഷൻസ് നടത്തി. ഈ 2 തവണയും ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനം ക്രിസ്ത്യാനിക്ക് നിഷേധിക്കപ്പെട്ടു. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഈ നിയമനിർമ്മാണം നടന്നിട്ട് UDFന്റെയോ LDFന്റെയോ എന്ന് പറഞ്ഞ ഈ 140-ൽ ഒരാൾ പോലും അരുതെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല. ഈ നിയമനിർമ്മാണം നടത്തിയിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും അംഗത്തെ ഒരു ക്രിസ്ത്യാനിയെ നിയമിച്ചിരുന്നെങ്കിൽ ഭൂകമ്പം ഉണ്ടായേനേയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രകടനങ്ങൾ ഉണ്ടായേനേയും സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിഷേധം ഉണ്ടായേനേയും അടിയന്തരമായിട്ട് ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യും. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് ഉണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന, രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്ന, മതപരമായ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ ഉറച്ചു പറയുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായ നേതൃത്വം നൽകുവാൻ വേണ്ടി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു സാമൂഹ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമൊക്കെയാണ് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്. അദ്ദേഹത്തിന്റെ ക്രൈസ്തവ എക്യൂമെനിക്കൽ രംഗത്തുള്ള സേവനങ്ങൾ നിരവധിയാണ്. KCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ മർത്തോമ സഭയുടെ ട്രസ്റ്റി ആയിരുന്നു. പറയുവാനാണെങ്കിൽ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലേക്കൊക്കെ വരുന്നതിന് മുൻപേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വൈറലായി. കേരള ക്രൈസ്തവ സമൂഹം ആവേശത്തോടു കൂടിയാണ് അതിനോട് പ്രതികരിച്ചത്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. സാറേ, സ്വാഗതം. മുതലക്കുളം മൈതാനത്ത് നടത്തിയ പ്രസംഗം ഓരോ വാക്കുകളും കോരിത്തെരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ആവേശം നൽകുന്നതാണ്. അത്ര ബോൾഡായിട്ട് സംസാരിക്കുവാൻ എങ്ങനെ സാധിച്ചു? എത്രത്തോളം അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? മറ്റൊന്ന്, കേരളത്തിന്റെ നിയമസഭയിൽ ക്രൈസ്തവർക്കെതിരെ ഒരു നിയമം പാസ്സാക്കി എന്നുള്ളത് ഇന്ന് വരെ പുറത്തു വരാത്ത ഒരു രഹസ്യമായി ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അപ്പോൾ അത് നേരത്തെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ സമീപകാലത്താണ് അത് മനസ്സിലാക്കിയത്? എന്താണ് അതിൻ്റെ ഉള്ളുകള്ളികൾ? എന്താണ് അത്? അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ ഒരു വലിയ റാലിയും, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് റാലിയും, മുതലക്കുളം മൈതാനിയിലെ അവരുടെ സമ്മേളനവും, അതിലേക്ക് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ചാക്കോ സാർ വിളിച്ചു. പോകാമെന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. രാവിലെ അവിടെ ചെന്നു. എന്തു പറയണം എന്ന് ചോദിച്ചാൽ പലപ്പോഴും അന്നേരം തോന്നുന്നത് പറയുന്നതാണ് യഥാർത്ഥ ഇടപെടൽ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. നമ്മളെ സംബന്ധിച്ച് പൊതുവെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ ആ പറയേണ്ട ഓർഡറും പറയേണ്ട കാര്യങ്ങളും അത് പരിശുദ്ധാത്മാവ് നൽകും എന്നുള്ളത്. നീ അവിടെ ചെന്നാ മതി, നാവിൽ വേണ്ടത് വരും. ഇപ്പം എഴുതി തയ്യാറാക്കിക്കൊണ്ടൊരു കാര്യം പോയാൽ അത് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആത്മീയ ശുശ്രൂഷകളിൽ സന്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രസംഗകനാണോ താങ്കൾ? പ്രസംഗിക്കുവാൻ താല്പര്യമുണ്ടോ? വേദപുസ്തകം കൃത്യമായി പഠിക്കുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. OG ശാമുവേൽ രചിച്ചിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഈ ഗ്രന്ഥം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. 72 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് പ്രസംഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിന്റെ ഓരോ പേജും പ്രസംഗങ്ങളാണ്. 100 കണക്കിന് പ്രസംഗങ്ങൾ ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ വില 1000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് സന്ദേശമായിട്ട് നിങ്ങളുടെ അഡ്രസ് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഈ പുസ്തകം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി മറ്റൊരു മനോഹര ഗ്രന്ഥം കൂടെ നൽകുന്നു. ദാവീദിനെ കുറിച്ചുള്ള 17 പ്രസംഗങ്ങൾ അടങ്ങിയ ഡോക്ടർ സണ്ണി ഫിലിപ്പിന്റെ മനോഹരമായ ഗ്രന്ഥം ഇതോടൊപ്പം സൗജന്യമായി നൽകുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അമേരിക്കയിലെ ഇടയ്ക്ക് പോയപ്പോൾ 1-2 കൺവെൻഷൻ വിളിച്ചു. ഞാനൊരു കൺവെൻഷൻ പ്രസംഗകനൊന്നും അല്ലാത്തത് കൊണ്ട് ചില പോയിന്റ്സ് നോട്ട് ചെയ്തോണ്ട് ഞാൻ തുടങ്ങുന്നത് അങ്ങനെ ആയിരിക്കും.
പക്ഷെ പ്രസംഗം മുൻപോട്ട് പോകുമ്പോൾ അവിടെ പറയേണ്ടത് എന്താണെന്ന് ദൈവം സൂചിപ്പിക്കും, അതനുസരിച്ച് നമുക്ക് പറയാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള്. അല്ലാതെ എന്റേത് പറയണമെന്ന് വിചാരിച്ചാൽ അത് വെറും യാന്ത്രികമായിട്ട് അധപ്പതിക്കുകയും ചെയ്യും. അന്നേരം അവിടെ പറയണമെന്നുള്ളത് എന്താണ് എന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പോഴാണ്. ഞാൻ സാധാരണ പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ചടങ്ങിന് പോയാലും, ഒരു ക്ലാസ് എടുക്കാൻ പോയാൽ ചിലപ്പം പ്രിപ്പയർ ചെയ്ത് പോകേണ്ടി വരും. അല്ലാതെ പ്രസംഗമാണെങ്കിൽ വേദിയിലിരുന്ന് പ്രോഗ്രാം ഷീറ്റ് ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തോന്നുന്ന അന്നേരം ഇരുന്ന് കുറിക്കും. അന്നേരം ഇരുന്ന് കുറിക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നല്ലത് എന്ന് തോന്നിക്കുന്നത്. മുതലക്കുളത്ത് ഇത് തന്നെ സംഭവിച്ചത്. ആ പ്രോഗ്രാം മുഴുവൻ വീക്ഷിച്ചവർക്കറിയാം ഞാൻ വേദിയിൽ ഇരുന്നു കൊണ്ട് പ്രോഗ്രാം ഷീറ്റിൽ പോയിന്റുകൾ 1-2 കുറിച്ചു. അതാണ് ഞാൻ അവിടെ സംസാരിച്ചത്. സാറിവിടെ ചോദിച്ചു, കേരള നിയമസഭയിൽ ക്രൈസ്തവ സമൂഹത്തിന് എതിരായി എടുത്ത തീരുമാനത്തെക്കുറിച്ച്. ഇത് മന്ത്രി ജലീൽ 2019 ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിന്റെ അമെൻമെന്റ് ആക്ടിലൂടെ കൊണ്ടുവന്നപ്പോൾ മുതൽ കേരള സമൂഹത്തിന് കുറച്ചായിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. എന്നാൽ പൊതുസമൂഹം ഇത് അറിഞ്ഞിരുന്നില്ല. പൊതുസമൂഹം ഒരു കാര്യം അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകണം, റിപ്പോർട്ടിംഗ് ഉണ്ടാകണം. കേരള നിയമസഭയിൽ മന്ത്രി ജലീൽ ഇത് അമെൻഡ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്നപ്പോഴും അതിനു മുൻപ് സിമിയുടെ ഭാഗമായിരുന്നപ്പോഴും ഇത് കഴിഞ്ഞ് ഇടതുപക്ഷത്ത് വന്നപ്പോഴും അദ്ദേഹത്തിന്റെ കടപ്പാട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടെ, സമുദായത്തോടെ ആ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു ചിന്തയില്ല. അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചത്. അതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കാരണം തന്നെ താനാക്കിയ സമുദായത്തോടെ കടപ്പാടുള്ളൊരു വ്യക്തിത്വം അദ്ദേഹം. അങ്ങനെയുള്ളവർ ക്രൈസ്തവ സമൂഹത്തിൽ ഇല്ലാതായി പോയതാണ് നമ്മുടെ ദോഷമെന്ന് പറയുന്നത്. നിയമസഭയിൽ എത്രയോ ക്രിസ്തീയ MLA-മാരുണ്ട്, പേരുകൊണ്ടെങ്കിലും. സാറേ, MLA-മാർ മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത എത്ര ക്രൈസ്തവരുണ്ടായിരുന്നു. കേരള സമൂഹത്തിനും ഭാരത സമൂഹത്തിനും ക്രൈസ്തവ നേതൃത്വം, ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകൾ എഴുതിയാൽ തീരത്തില്ല. എന്നാൽ നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ചൊരു വാചകമുണ്ട്. അതേസമയം മുസ്ലിം സഹോദരങ്ങൾ അതിന് നേതൃത്വം കൊടുത്തു. അവർക്ക് സ്വാധീനിക്കാവുന്ന ഒരു സാഹചര്യം വന്നു. നമ്മുടെ പാഠപുസ്തകങ്ങൾ എടുത്തു നോക്കണം എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന്. അതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പേരുകൊണ്ട് ഒരുത്തനും ക്രിസ്ത്യാനി ആകത്തില്ല. അവൻ ക്രിസ്തു മതത്തിന്റെ ഭാഗമായിരിക്കും. SSLC ബുക്കിൽ മതം എന്ന് ചോദിക്കുമ്പം ക്രിസ്ത്യൻ എന്ന് എഴുതുമായിരിക്കും. ക്രിസ്ത്യാനി ആകണമെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും എന്റെ ദൈവവും എന്റെ വിശ്വാസവുമാണ് എന്നെ സമൂഹത്തിൽ പ്രേരിപ്പിക്കുന്നത്. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അന്നേരം ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിട്ട് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ ഇറങ്ങുന്ന ബോധ്യമുള്ളവനാ ക്രിസ്ത്യാനി. അവനെ സംബന്ധിച്ച് അവനവന്റെ നിലപാടുകളിൽ ക്ലാരിറ്റിയോടെ ഇടപെടും. ഇതിവിടെ സംഭവിക്കുന്നത് 2019 മന്ത്രി ജലീൽ, അന്നത്തെ മന്ത്രി ജലീൽ ഈ അമെൻമെന്റ് ആക്ട് കൊണ്ടുവരുമ്പോൾ ഒരു ചർച്ച വേണമല്ലോ. ചർച്ച വന്നാലല്ലേ റിപ്പോർട്ടിംഗ് ഉണ്ടാകത്തുള്ളൂ. ഇത് ചർച്ചയൊന്നുമില്ല, അവതരിപ്പിച്ചു, പാസ്സാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന ഭരണമുന്നണിയിലെയും പ്രതിപക്ഷ മുന്നണിയിലെയും അംഗങ്ങൾക്കൊന്നും എതിരഭിപ്രായമില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. സത്യത്തിൽ എന്താണ് ഇതൊന്ന് പ്രേക്ഷകർക്കൊന്ന് വ്യക്തമാകത്തക്കുന്നതേ. ജലീൽ പാസ്സാക്കി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ടുണ്ടായ അപകടം, എന്താണ് സംഭവിച്ചത്, അതുകൂടെ ഒന്ന് വ്യക്തം. ന്യൂനപക്ഷ കമ്മീഷൻ നിയമം ദേശീയ തലത്തിൽ അംഗീകരിച്ചു. ദേശീയ തലത്തിൽ ന്യൂനപക്ഷ കമ്മീഷനിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി തുടങ്ങി ഓരോ വിഭാഗത്തിനും ഓരോ പ്രതിനിധി ഉണ്ടാകണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവിടെ നോമിനേഷൻ നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇല്ല. സിഖുകാരും പാഴ്സികളും ഒക്കെ ഉണ്ടെങ്കിലും അവരെ നമ്മുടെ എറണാകുളം പോലെ ഭാഗത്ത് ബിസിനസ്സിന് വന്ന് തീരെ കുറച്ച് ആൾക്കാരെ. കേരളത്തിൽ പ്രധാനമായും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യാനികളും, ഈ 2 വിഭാഗങ്ങളേ ഉള്ളൂ. അന്നേരം ഈ 2 വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കത്തക്കതുപോലെ 2014 ഈ ആക്ട് കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ദ ചെയർമാൻ ഷുഡ് ബി ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അന്നേരം അത് ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, മുസൽമാൻ ആരും ആയിക്കൊള്ളട്ടെ,
പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ഒരു സത്യയോട് പറയാൻ തുടങ്ങുന്നു. ഞാൻ വിവരാവകാശ പ്രകാരം അന്നു മുതൽ ഇന്നു വരെയുള്ള ന്യൂനപക്ഷ കമ്മീഷനിലെ മുഴുവൻ അംഗങ്ങളുടെയും ലിസ്റ്റ് എടുത്തു. ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യാനിയെ ചെയർമാനായിട്ട് വെച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരുകൾക്ക് ക്രൈസ്തവ സമൂഹത്തോടുള്ള നിലപാട് മനസ്സിലാക്കും. ഇവിടെ ആകെ രണ്ട്, ഇടതായാലും വലുതായാലും ഈ ആകെ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത്. ഇത്തവണ മുസൽമാൻ ഇരിക്കുന്നു, അടുത്ത തവണ ക്രിസ്ത്യാനി ഇരിക്കുന്നു. അതല്ലേ അതിന്റെ നീതി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കൽ ഒരു സമ്മാനം കിട്ടുന്ന ഒരുത്തന് കൊടുത്തു, അടുത്ത തവണ കിട്ടുമ്പോൾ അവന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാം മാതാപിതാക്കൾ ചെയ്യുന്നത് നീതിപൂർവ്വമല്ലെന്ന്. സർക്കാരിനെ കുറിച്ചും അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതുവരെ ഒറ്റ ക്രിസ്ത്യാനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായി വന്നിട്ടില്ല. ഇനിയും 2019 ഇത് അമെൻഡ് ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആക്ടിൽ ആദ്യത്തെ ആൾ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നായിരിക്കണം എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ ക്ലോസിൽ ഇത് പറയുന്ന ഇതാണ്, ദ സെക്കൻഡ് മെമ്പർ ഷുഡ് ബി ഫ്രം അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഈ അനദർ എന്ന് എടുത്തു പറഞ്ഞത് ആദ്യത്തെ ആൾ ക്രിസ്ത്യാനി ആണെങ്കിൽ രണ്ടാമത്തെ ആൾ മുസൽമാൻ ആകണം, ആദ്യത്തെ ആൾ മുസൽമാൻ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ക്രിസ്ത്യാനി ആകണം. ഈ ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ്. അതിന് തെളിവായി ഞാൻ പറയുന്നത്, ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി പോസ്റ്റിംഗ് നടത്തിയപ്പോൾ ചെയർമാൻ മുസ്ലിം ആയിരുന്നു, രണ്ടാമത്തെ അംഗം ക്രിസ്ത്യാനി ആയിരുന്നു. അന്നേരം ആക്ടിൽ ഉദ്ദേശിച്ചിരുന്ന അതാണെന്ന് ക്ലിയർ ആയി. മൂന്നാമത്തെ അംഗം മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നാകണമെന്നേ ഉള്ളൂ, പക്ഷെ വനിതയായിരിക്കണം. അത് ഏത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിലും ആകാം. എന്നാൽ മന്ത്രി ജലീൽ ഈ അനദർ അങ്ങ് മാറ്റി, രണ്ടാമത്തെ ആളും ഫ്രം എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നാക്കി. ഇതും മനഃപൂർവമായി ക്രൈസ്തവ സമൂഹത്തെ ദ്രോഹിക്കുന്നതിനും ക്രൈസ്തവ സമൂഹത്തിന് ലഭിച്ചിരുന്ന, ഒരിക്കലും ചെയർമാൻ ഇവർ തരില്ല, രണ്ടാമത്തെ അംഗമെങ്കിലും ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നപ്പോൾ അതും എടുത്തു കളയാനാ ചെയ്തത് എന്നുള്ളത്. അതിനുശേഷം 2 തവണ ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് നോമിനേഷൻസ് നടത്തി. ഈ 2 തവണയും ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനം ക്രിസ്ത്യാനിക്ക് നിഷേധിക്കപ്പെട്ടു. ഈ അമെൻമെന്റ് നിയമസഭയിൽ വരുമ്പോൾ നമുക്കറിയാം ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇങ്ങനെ അധികാരമുള്ള ഒരു ബോഡിയിൽ ക്രിസ്ത്യാനിയുടെ പ്രാതിനിധ്യം എടുത്തു കളയുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയപ്പോൾ സ്വാഭാവികമായി ചർച്ച വരണമല്ലോ. ഇപ്പോൾ വഖഫ് ബില്ലിൽ എന്ത് ആവേശത്തോടു കൂടിയാണ് ഇടതു വലതു മുന്നണികൾ പാർലമെന്റിൽ ശബ്ദമുയർത്തിയത്, കേരളമെമ്പാടും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഈ നിയമനിർമ്മാണം നടന്നിട്ട് UDFന്റെയോ LDFന്റെയോ എന്ന് പറഞ്ഞ ഈ 140-ൽ ഒരാൾ പോലും അരുതെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല. അല്ല, പ്രത്യേകിച്ച് അതിനകത്ത് എനിക്ക് തോന്നുന്ന ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത് കുറച്ചുകൂടെ സെക്കുലറായിട്ട് ചിന്തിക്കേണ്ടതല്ലേ അവർ? സാറേ, ഇടതുപക്ഷത്തെ കുറിച്ച് പറഞ്ഞാൽ അത് വേറൊരു വിഷയം. ഇടതുപക്ഷത്തിന് ഇവിടെ മുസ്ലിമും പ്രശ്നമല്ല, ക്രിസ്ത്യാനിയും പ്രശ്നമല്ല, ഹിന്ദുവും പ്രശ്നമല്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുകയും അടിസ്ഥാന തത്വം അതെ, ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ എതിർ ക്രിസ്തുവിന്റെ ഒരു രൂപമായിട്ട് അതിനെ കരുതാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവമില്ല, ഞാനാണില്ല, പാർട്ടിയാണില്ല എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസങ്ങളും അവർക്ക് ഒരുപോലെ. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ചൈനയെ നോക്കിയാൽ മതിയല്ലോ, അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും അനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരു പൂർണ്ണ മാർക്സിസ്റ്റ് അല്ലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വന്നാൽ നടക്കുന്നത് എന്നത് കൃത്യമാക്കുന്ന കാര്യമാണ്. വിഷയത്തിൽ നിന്ന് വിട്ടാണെങ്കിലും കേരളത്തിൽ ഈ മതത്തിന്റെ ഒക്കെ പേരിലുള്ള കാര്യങ്ങളെ എല്ലാം അനുകൂലിക്കുകയും സെക്കുലറായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന ഇവരാരും ചൈനയുടെ കാര്യം മിണ്ടാറില്ല. ഇവർ ചൈനയുടെ കാര്യം പറയാറില്ല. ഏറ്റവും ദുഃഖകരമായ വസ്തുത, ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ കാലഘട്ടമാണ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ പോലും അവരെ നിർബന്ധിച്ച് ജോലി ചെയ്യുകയും ആഹാരം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ചൈനയിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ കേരളത്തിൽ യാതൊരു പ്രകടനവും ഇല്ല, പ്രസ്താവനയും ഇല്ല, ഒന്നുമില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പോൾ അധികാരത്തിൽ നിലനിൽക്കണം. ഇവിടെ മാർക്സിസം ലെനിനിസം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് സാറിനും അറിയാം, എനിക്കും അറിയാം, പാർട്ടി പ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ അധികാരത്തിൽ നിലനിൽക്കാൻ ആർക്കാണോ കൂടുതൽ വോട്ടുള്ളത് അവരെ പ്രീണിപ്പിക്കുക. അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഒരു മതത്തോടും പ്രത്യേകിച്ച് മമതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും താല്പര്യവുമില്ല. അവർക്ക് വോട്ട് ബാങ്ക് ആണ് പ്രധാനം. ഇപ്പോൾ കേരളത്തിൽ
മുസ്ലിം സഹോദരങ്ങളുടെ എണ്ണം ക്രൈസ്തവരെക്കാൾ കൂടുതലായതിനാൽ അവരെ കൂടെ നിർത്തണമെന്നൊരു ചിന്തയുള്ളൂ. എന്നാൽ ഈ അമെന്റ്മെന്റ് വന്നിട്ട് LDFും UDFും ഏറ്റവും ദുഃഖകരമായ വസ്തുത UDFിൽ ഈ കേരള കോൺഗ്രസുകളൊക്കെ ഉണ്ട്. കേരള കോൺഗ്രസുകളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ അപ്പുറത്തുണ്ട്, കേരള കോൺഗ്രസ് അപ്പുറത്തുമുണ്ട്. ഈ കേരള കോൺഗ്രസുകളെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അത് ഏതാണ്ട് ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ അധികാരത്തിൽ ഇരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകൾ എന്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കാൻ നമുക്കറിയാം. ചാവറയച്ചൻ ഉൾപ്പെടെ നമ്മുടെ മിഷണറി വീരന്മാർ ഉൾപ്പെടെ ചെയ്ത ആ ഒരു സംഭാവനകൾ, കേരള നവോത്ഥാനത്തിൽ ക്രൈസ്തവ സംഭാവനകൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു വാചകം എഴുതി വെക്കാൻ കഴിഞ്ഞു. അന്നേരം ഇവരൊക്കെ പറച്ചിലിൽ മാത്രം ക്രിസ്ത്യാനിക്ക് വേണ്ടി നിൽക്കുകയും ആവശ്യം വരുമ്പോൾ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഒരാൾ പോലും നിയമസഭയ്ക്കകത്ത് ഇതിനെതിരായിട്ട് പറഞ്ഞില്ല. ഇതിനെതിരായിട്ട് പറയാഞ്ഞത് കൊണ്ട് ഇതൊരു ചർച്ചയായില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. തിരിച്ച് വേറെ ഏതെങ്കിലും സമൂഹത്തിനെതിരായ നിയമനിർമ്മാണം, ഇപ്പോൾ ഈ നിയമനിർമ്മാണം നടത്തിയിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും അംഗത്തെ ഒരു ക്രിസ്ത്യാനിയെ നിയമിച്ചിരുന്നെങ്കിൽ ഭൂകമ്പം ഉണ്ടായേനെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രകടനങ്ങൾ ഉണ്ടായേനെയും സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിഷേധം ഉണ്ടായേനെയും അടിയന്തരമായിട്ട് ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യും. ഇത് ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തില്ല, ഒരു പത്രമാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. അതിൽ നിന്ന് തന്നെ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് ഏകപക്ഷീയമാണെന്നുള്ളത് വളരെ ക്ലിയർ. ഇവിടുത്തെ ഒരു ക്രൈസ്തവ സഭ പോലും അതിനകത്ത് ഇടപെട്ടില്ലല്ലോ. ആരെങ്കിലും ഇടപെട്ടു? ഇല്ല, ക്രൈസ്തവ സഭ ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നാമതാരും അറിഞ്ഞില്ല. കാരണം ഇതിനകത്ത് ചർച്ച വന്നില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തില് 2021 ആ കോവിഡിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു അവകാശ പ്രഖ്യാപന യാത്ര നടത്തി. ആ യാത്രയിൽ ഇത് ഉന്നയിച്ചു. പാമ്പ്ലാനി പിതാവാണത് കാഞ്ഞങ്ങാട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്തത്. ആ യാത്രയിൽ ഇത് ഉന്നയിച്ചു. കോട്ടയത്ത് പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ ദിയസ്കോറസ് തിരുമേനി ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് അവിടുത്തത് ഉമ്മൻചാണ്ടി സാറ്, കേരളം ആദരവോടെ കാണുന്ന ഉമ്മൻചാണ്ടി സാർ വേദിയിൽ വന്നു. ഞാനിത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് ഓർഡിനൻസ് ആണോ അതോ നിയമമായിരുന്നു? ഞാൻ പറഞ്ഞു, സാറേ ഓർഡിനൻസ് ആണെങ്കിൽ കാലാവധി കഴിയുമ്പോഴത്തേക്ക് അടുത്ത അസംബ്ലി വരുമ്പോഴത്തേക്ക് അത് മാറുമല്ലോ. അത് ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ, ഞാനത് അന്വേഷിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഒരു റെസ്പോൺസും കിട്ടിയില്ല. ഇതാണ് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത്. ക്രൈസ്തവരായിട്ടുള്ള MLA-മാരൊന്നും തന്നെ ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതിന് തെളിവാണ്. ഇത് സഭയും അറിഞ്ഞില്ല. അറിഞ്ഞാൽ തന്നെയും സഭകളുടെ രീതി നമുക്കറിയാം. പണ്ട് മുതലേ ക്രൈസ്തവ സമൂഹം തെരുവിലിറങ്ങി ഒരു പ്രകടനം നടത്തുകയോ പ്രതിഷേധം നടത്തുകയോ നോർമൽ കേസ് ചെയ്യാറില്ല. നമ്മള് ദൈവം തമ്പുരാൻ ഇടപെട്ടോളും എന്ന വിശ്വാസത്തോടെ പോകുന്നത് അത് ശരിയുമാണ്. എന്നാൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നുള്ളത് നമ്മെ പഠിപ്പിച്ച പലരുണ്ട്. എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ജനത്തിനു വേണ്ടി സംസാരിക്കാൻ. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി നീ സംസാരിച്ചാലും ഇല്ലെങ്കിലും ദൈവം ഇടപെട്ടു. എന്നാൽ സംസാരിക്കാതിരുന്നാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നാം ഇടപെടണം. നെഹമ്യാവ് എന്താ ചെയ്തത്? തന്റെ പട്ടണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പട്ടണം, അതിന്റെ മതിലുകൾ ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖം വാടിയിരുന്നു. മുഖം വാടേണ്ടടുത്ത് വാടണം. അത് വാടുമ്പോൾ രാജാവ് ചോദിക്കും എന്താ പ്രശ്നം. ആ നിലയിൽ സഭ ഇടപെടേണ്ട സമയമാണ്, നാം എല്ലാവരും ഇടപെടേണ്ട സമയമാണ്. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ക്രൈസ്തവ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. ഇനി അതിലൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആരും ശ്രദ്ധിച്ചില്ല പറയുമല്ലോ, നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസും നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസും, ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ട്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും സംസ്ഥാന മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. രേഖാമൂലമായിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് നിവേദനം കൊടുത്തതാണ്. ഇത് തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞ് UDFO LDFO ഇതുവരെ ഈ നിയമസഭയിൽ ശബ്ദം ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നത് വ്യക്തമാണ്. സാറേ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ഉയർത്തുന്നു. ഇതിൻ്റെ എല്ലാം സാഹചര്യം ഇപ്പോൾ നടന്ന സമ്മേളനത്തിൽ സാർ പ്രസംഗിക്കുന്നതിൻ്റെ ആ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പാർലമെന്റിലുണ്ടായ നിയമപരിഷ്കരണം, അത് പാസ്സായി. അതിനെ ക്രൈസ്തവ സഭകൾ പിന്തുണച്ചു, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭ. അങ്ങനെ പിന്തുണയ്ക്കുവാനുണ്ടായ സാഹചര്യമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം.
മുനമ്പത്തെ 600 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവും അറിയാം. സ്വാഭാവികമായിട്ടും ശരിയാണ്, ഈ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഈ ഒരു വിഷയം മാത്രം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തു തോന്നുന്നു? ഇത് ഇങ്ങനെ പോയാൽ കേരളത്തിലെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ ബോധപൂർവം മറന്നു കളയുന്ന കാര്യങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് ഓരോ ദിവസവും നിരവധിയായ അതിക്രമങ്ങളുടെ, ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. വ്യാപകമായ പ്രചരണം ഇപ്പോൾ അതിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് മുഖ്യധാര സഭകളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് അത്രയും പ്രാധാന്യം ലഭിക്കുന്നുള്ളൂ. അതേസമയം ഇവിടുത്തെ ചെറിയ ഗ്രൂപ്പുകളുണ്ട്, പെന്തക്കോസ്ത് സഭകളുണ്ട്, അവരൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യുന്ന സുവിശേഷകരുണ്ട്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു, 100 കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഉള്ള ഒരു വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ മൊത്തം മനോഭാവത്തെ ചേഞ്ച് ചെയ്യുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത് തോന്നുന്നു സാറിന്? 2 പ്രശ്നങ്ങളാണ്. ഒന്ന് വഖഫ് പ്രശ്നത്തിലെ സഭയുടെ നിലപാട്, രണ്ടാമതായിട്ട് ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുണ്ടാകുന്ന പീഡനങ്ങൾ. വഖഫ് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം സഭ ആവശ്യപ്പെട്ടത് ഭാരതത്തിന്റെ മതേതരത്വം നിലനിർത്തണം എന്നുള്ളതാണ്. വഖഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന് സമർപ്പിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതിൽ അവര് ഭരണം നടത്തിക്കൊള്ളട്ടെ. എന്നാൽ ആ നിയമത്തില് ചില സെക്ഷൻസ്, ഉദാഹരണമായിട്ട് 40, 108A അങ്ങനെ ചില വകുപ്പുകൾ അമിതമായ അധികാരം നൽകുകയാണ്. ഉദാഹരണമായിട്ട് സാറിന്റെ പ്രോപ്പർട്ടി വഖഫിന് ഏറ്റെടുക്കണം. ഞാൻ വഖഫ് ബോർഡിന്റെ ആളാണെന്ന് വിചാരിക്കുക. വഖഫിന് ഏറ്റെടുക്കണമെങ്കിൽ എനിക്ക് തോന്നിയാൽ മതി, ന്യായമായ കാരണമുണ്ടെന്ന് ഞാൻ ഇങ്ങ് ഏറ്റെടുക്കാം. ഇത് കഴിഞ്ഞ് സാറ് അത് സാറിൻ്റെതാണെന്ന് തെളിയിക്കാനുള്ള രേഖയെ കൊണ്ട് വരേണ്ടത് എൻ്റെ അടുക്കലാണ്. കാരണം ഞാൻ ഇതിലെ ഒരു പാർട്ടിയാണ്. ഇപ്പൊ നമ്മൾ അയൽക്കാരാണ്. സാറിന്റെ വസ്തു ഞാൻ ഏറ്റെടുത്തുവെങ്കിൽ നമ്മൾ രണ്ടുകൂടെ മൂന്നാമതൊരുത്തന്റെ അടുക്കലാണ് പോകേണ്ടത്. അതാണ് നീതി എന്ന് പറയുന്നത്. ഇത് ആരാണോ എൻ്റേത് കവർന്നെടുത്തത് അവന്റെ അടുക്കൽ തന്നെ ചെല്ലുകയും അവൻ ജഡ്ജിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതൊരിക്കലും റീസണബിൾ അല്ല. സ്വാഭാവികമായിട്ട് അവിടെ ഒരു നീതി നിഷേധം ഉണ്ടാവും. ഇങ്ങനെയുള്ള വകുപ്പുകൾ മാറ്റണം എന്ന് കാലാകാലമായി ആവശ്യപ്പെട്ടിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ മുനമ്പത്തെ പ്രശ്നം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇതിൽ ദുഃഖിതരെന്ന്. അല്ല, മുനമ്പത്ത് ക്രിസ്ത്യാനികളുണ്ട്, ധീവര സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, പലരുണ്ടെന്ന് നമുക്കറിയാം. ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം. എന്നാൽ ഭാരതത്തിൽ ഉടനീളം നോക്കിയാൽ മുസ്ലിം സഹോദരങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഈ വഖഫ് നിയമം നിമിത്തം ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. വഖഫ് അമെൻമെന്റ് ബില്ല് വന്നപ്പോൾ പല സ്ഥലങ്ങളിലും മുസ്ലിം സഹോദരങ്ങൾ പ്രകടനവുമായി ഇറങ്ങിയത് നമുക്കറിയാം. കാരണം അവരും പ്രശ്നത്തിലാണ്. ഉദാഹരണമായിട്ട് ഒരു പിതാവിന് മകനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ മതി, ഇതങ്ങ് വഖഫ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി, പിന്നെ ഒന്നും ചെയ്യാനില്ല. ദൈവത്തിന് കൊടുത്താൽ പിന്നീട് ഒരു നിയമത്തിനും അത് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. ഈ ഒരു ഗതികേടിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രയാസമുള്ളപ്പോൾ നീതിപൂർവമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ടു ബി ഹേർഡ്. അന്നേരം കേൾക്കുവാനുള്ള അവകാശം, അത് മാത്രമല്ല നീതിപൂർവമായിട്ട് ഒരു തേർഡ് പാർട്ടി ഇതിൽ തീരുമാനമെടുക്കുക, അങ്ങനെയുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രൈസ്തവ സമൂഹം നിലകൊണ്ടത്. നമ്മൾ ആവശ്യപ്പെട്ടത് ക്രിസ്ത്യാനിക്ക് അനുകൂലമായ നിയമം ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. ഇത് നീതിപൂർവമായിരിക്കണം, ഇതിൽ അമെൻമെന്റ്സ് ഉണ്ടാകണം, അതാണ് ആവശ്യപ്പെട്ടത്. ഇനി ഇതില് BJPക്ക് അനുകൂലമായിട്ടൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു. ശരിയാണ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് പീഡനം ഉണ്ടാകുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും പീഡനം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും പീഡനം ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസം എവിടെയുണ്ടോ അവിടെയെല്ലാം സാത്താനിക ശക്തികൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമം തുടങ്ങും. അത് ലോകത്തിന്റെ ആരംഭം മുതൽ നാം കാണുന്ന കാര്യമാണ്. സഭയുടെ ആദിമസഭയുടെ തുടക്കം മുതൽ ഈ പീഡനം നാം കാണുന്നതാണ്. പീഡനം കണ്ട് ഭയക്കുന്നവരുമല്ല നാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തർത്തുല്യൻ പറഞ്ഞ വാചകം നമ്മളെല്ലാം നെഞ്ചിലേറ്റി പോകുന്നത്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഈ പീഡനം
എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഇല്ലെങ്കിൽ തോമസ് ലീഗ കൊല്ലപ്പെടത്തില്ലായിരുന്നല്ലോ. അന്നു മുതൽ പീഡനം ഇവിടെ ഉണ്ട്. നമ്മുടെ മിഷണറിമാർ വന്നിട്ടുള്ളപ്പോഴൊക്കെ തന്നെ അവർക്കെതിരെ പീഡനം ഉണ്ടായിട്ടുണ്ട്. ഈ മിഷണറിമാർ വിദേശത്തുനിന്ന് വന്നത് അവരാരും ഭാരതം കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ. ഇവിടെ വന്ന മിഷണറിമാർ ഇവിടെ ഒരു 10 ഏക്കർ സ്ഥലവും ഒരു രാജകൊട്ടാരവും പണിഞ്ഞ് ഇവിടെ വസിക്കാൻ വേണ്ടിയല്ല. അവരുടെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നവരാണ് മിഷണറിമാർ. ഫാദർ ഡാമിയനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. കുഷ്ഠരോഗികളുടെ ഇടയിൽ പോകുമ്പോൾ കുഷ്ഠരോഗം വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ സ്വയം വെറുമയാക്കപ്പെട്ട ക്രിസ്തുവിന്റെ പിൻഗാമികൾ എന്ന നിലയിൽ തങ്ങളെ ഒരു സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അവിടെ ബലിയാടായി മാറിയവരാണ് നമ്മുടെ മിഷണറിമാരെല്ലാം. അങ്ങനെ വന്നവർ പോലും പീഡനമേറ്റ ഒരു സമൂഹമാണ് ഭാരത സമൂഹം. അങ്ങനെയാണ് കാലാകാലങ്ങളായി നാം പ്രവർത്തിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പീഡനം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആവശ്യപ്പെടാനുള്ളത് പീഡനം ഉണ്ടാകുമ്പോൾ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുകയും ഇതിനെതിരായ ബോധവൽക്കരണം ഉണ്ടാകുകയും ഭാവിയിൽ ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും ഈ പാസ്റ്റർമാരെ അച്ഛന്മാരെ അന്യായമായി തടവിലിടാതെ അവരെ കേട്ട് അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതേ പീഡനം കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്. സാറ് ശ്രദ്ധിച്ചു കാണും, അധികം കാലം മുൻപല്ലാതെ കേരളത്തിൽ വേദപുസ്തകം കത്തിച്ചു, ക്രിസ്മസുമായി ബന്ധപ്പെട്ട പുൽക്കൂട് തല്ലി തകർത്ത്, ക്രിസ്മസിന് പാടാൻ ഇറങ്ങിയവർ ഈ കുമ്പനാട്ട് വരെ ആക്രമിച്ചു. കുമ്പനാട്ട് ആക്രമണം ഉണ്ടായി. അതില് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേർക്കെതിരെ കേസ് മുൻപോട്ട് പോകുന്നത്? ഈ കേരളത്തിലാണെന്ന് മനസ്സിലാക്കണം. ഞാൻ തന്നെ KCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലും നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഭാരവാഹി എന്ന നിലയിലും നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനത്തിനെതിരെ. ക്രിസ്തുവിനെ കുറിച്ച് പിഴച്ചു പെറ്റവനെന്ന് ഒരു ഉസ്താദ് മൈക്കിലൂടെ പറയുകയും അത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യാണ്. ആ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുവാൻ, ജയിലിലടയ്ക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇനി അത് മാത്രമല്ല, ഇവിടെ പാർട്ടി കോൺഗ്രസില് പാലസ്തീന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അവരുടെ വേഷം ധരിച്ച പാർട്ടി ഭാരവാഹികൾ അനുഭാവം പ്രകടിപ്പിച്ചവർ സിറിയയിൽ നമുക്കറിയാം, ചാനലുകളിൽ വന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതാണ്. ഒരു ക്രൈസ്തവ യുവാവിന്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശിൽ പിടിച്ചുകൊണ്ട് ഒന്നുകിൽ നീ ഇത് പൊട്ടിച്ചു കളക, അല്ലെങ്കിൽ നിന്റെ കഴുത്തിറക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടുകൂടി കഴുത്തിറക്കുവാൻ നിന്നുകൊടുത്ത സിറിയൻ യുവാവിന്റെ വേദന നമുക്കറിയാവുന്ന. അസർബൈജാനിലും നൈജീരിയയിലും ഉൾപ്പെടെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നത് നാം കാണുന്നതാണ്. പാലസ്തീന് വേണ്ടിയും ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയും ഇവിടെ പ്രകടനം നടത്തിയ UDF LDF ഇവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗം ഞാൻ കേട്ടതാ. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെന്ന് ഓർക്കണം. അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയാണെന്ന്. പാർലമെന്റ് മണ്ഡലം നമുക്കറിയാം, എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ? ഹമാസിന്റെ പ്രവർത്തകർ തീവ്രവാദികളല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇനി അഥവാ അവർ തീവ്രവാദികളാണെങ്കിലും അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. വോട്ടിന് വേണ്ടി ഇത്ര മത തീവ്രവാദം പ്രചരിപ്പിക്കുവാൻ എങ്ങനെ കഴിയുന്നു? സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഖാലിസ്ഥാൻകാർ എന്താ പറഞ്ഞത്? ഖാലിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ രാജ്യമാണ്, സ്വാതന്ത്ര്യം വേണമെന്നാ പറഞ്ഞത്. ഖാലിസ്ഥാൻ തീവ്രവാദികളല്ലേ ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയത്? അങ്ങനെയാണെങ്കിൽ ഈ തീവ്രവാദികളെ ന്യായീകരിക്കുന്നവരുടെ അന്നത്തെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനെതിരായ പീഡനം എന്ന് പറയുന്നത് എല്ലായിടത്തുമുള്ള കാര്യം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെകുത്താന്റെ ഇടപെടൽ ലോകത്തുണ്ടാകുന്നു. ഈ ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് ചെകുത്താനാണ്. അതിന്റെ ഇടപെടലുകൾ എല്ലായിടവും ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മളെ തകർക്കാമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി മുൻപോട്ട് പോകുന്ന ക്രൈസ്തവ സഹോദരങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ വെളിച്ചമായി പോയത്. നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷവുമായിട്ട് പോയവരൊന്നും തന്നെ കോടീശ്വരന്മാരാകാൻ വേണ്ടി പോയവരല്ല, സുഖകരമായ സാഹചര്യം പ്രതീക്ഷിച്ചു പോകുന്നവരല്ല. അവരുടെ അവിടുത്തെ ജീവിത രീതിയും മിഷൻ ഫീൽഡുകളിലെ ജീവിത രീതി കണ്ടാൽ നാം കരഞ്ഞു പോകും. സഭയെന്ന് പറയുന്ന ഈ കാണുന്ന കെട്ടിടങ്ങളോ കൊട്ടാരങ്ങളോ അല്ല. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന, തണുപ്പും ചൂടും കൊള്ളുന്ന അവിടെയുള്ള അവരെ സംബന്ധിച്ച് അവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇനി ഒന്ന് ഞാൻ പറയാനും ആഗ്രഹിക്കുന്നു, ഈ പീഡനങ്ങൾ കൊണ്ട് സഭ തകരുമെന്ന് ആരും ചിന്തിക്കരുത്. പീഡനം വർദ്ധിക്കുമ്പോൾ സഭ ശക്തമായി വളരും. അത് വളരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് പീഡകന്മാരൊന്ന് ഓർക്കുക, സഭ വളർന്നുകൊണ്ടേയിരിക്കും. അത് ഏത് തീവ്രവാദിയാണേലും.
നമ്മളെ സംബന്ധിച്ച് ആരെയും ക്രിസ്തു മതത്തിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളത് വിശ്വസിക്കുന്നുമില്ല. ഇത് ക്രിസ്തു മാർഗമാണ്, നസ്രായന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് നസ്രാണി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ഉപദേശങ്ങളിലൂടെ നാം അനുഭവിച്ച ദൈവസ്നേഹമാണ് ജനത്തിന് കാണിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പൊ സാറിന്റെ ജീവിതം കണ്ട് എനിക്ക് സാറിനോട് താല്പര്യം തോന്നുന്നു, സാറിന്റെ മാർഗം ശരിയാണെന്ന് തോന്നി അതിൽ വന്നാൽ അതിന് സാറ് കുറ്റക്കാരനല്ല, സാറിലെ നന്മ കാണുകയാണ് ചെയ്തേക്കുന്നത്. ആ മാർഗത്തിലാണ് ക്രിസ്ത്യാനികൾ ഇന്നും പോകുന്നത്. അതുകൊണ്ട് പീഡനത്തിലൂടെ സഭയെ തകർക്കാമെന്ന് ചിന്തിക്കേണ്ട. നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ടിയോ ഇടതുപക്ഷത്തിന് വേണ്ടിയോ BJPക്ക് വേണ്ടിയോ അല്ല നിലനിൽക്കുന്നത്. ഇന്നത് ശരിയാണെങ്കിൽ ഇന്നത് ശരിയാണെന്ന് പറയുന്നു. നമ്മൾ UDFനോടും LDFനോടും പറയുന്ന ഒന്നുമല്ല. ഇതേ കാര്യം നിങ്ങൾ ചെയ്യുക. ഈ വഖഫ് പ്രശ്നത്തിൽ UDF LDFുമാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയത്. വളരെ നിസ്സാരമായി പരിഹരിക്കാം. ഞാൻ മുനമ്പത്ത് പോയി പ്രസംഗിക്കുന്ന അതേ ദിവസം കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഡെലിഗേഷൻ മുനമ്പത്ത് പോയി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ദിവസം ചാനൽ വരികയാണ്. അവിടെ ഇരുന്നവർ അന്നേരം അത് കാണിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ, ഇടതുപക്ഷ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡാണ്, അതിന്റെ ചെയർമാൻ പറയുകയാണ്, മുനമ്പത്തത് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾ അത് പിടിച്ചെടുത്തിരിക്കും. നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇത് സംബന്ധിച്ച സബ്മിഷൻ ഉന്നയിച്ചു. ഭരിക്കുന്നത് LDF സർക്കാരാണല്ലോ. മന്ത്രി പറയുകയാണ് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾ അത് പിടിച്ചെടുത്തിരിക്കും. അന്നേരം ഇത് പറഞ്ഞ് പ്രശ്നം വലുതാക്കിയതും മുനമ്പത്തെ ജനത്തിന് നികുതി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയതും ഇവിടുത്തെ സർക്കാരാണ്. ഇവര് പ്രശ്നം വലുതാക്കി ഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തു വിട്ടതിന് ശേഷം പിന്നെ ഭൂതം ഇങ്ങനെ പ്രശ്നമായെന്ന് പറഞ്ഞിട്ടല്ല, പ്രശ്നം ഉണ്ടാക്കിയത് ഇടതുപക്ഷം, അത് BJP മുതലാക്കി എന്നുള്ളതേ ഉള്ളൂ. സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പ്രശ്നമായി കഴിയുമ്പോൾ അവരത് മുതലാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ UDFനും LDFനും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ സർക്കാരിന് വഖഫിനോട് ആവശ്യപ്പെടാം, ഇല്ല എങ്കിൽ നടപടിയെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. 2, ഇവിടെ പാർലമെന്റിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മുനമ്പത്തേത് അനീതിയാണെന്നും ഇങ്ങനെയുള്ള ക്ലോസസ് മാറ്റണമെന്നും UDFനും LDFനും ചെയ്യാൻ കഴിയുന്ന കാര്യം 1, വഖഫ് ബോർഡിൽ മറ്റു മതത്തിന്റെ പ്രതിനിധികളെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്നവർക്ക് പറയാമായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ വഖഫ് ബോർഡിൽ തീരുമാനമെടുക്കേണ്ടത് തേർഡ് പാർട്ടിയാ, അതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് പറയാമായിരുന്നു. ഇവർ പൂർണ്ണമായി എതിർത്തു എന്നിടത്താണ് ഇവർ പരാജയപ്പെട്ടത്. ഇവർ ബാലൻസ്ഡ് അല്ല. ഇവർ ബാലൻസ്ഡ് അല്ലാത്തതിന് ക്രൈസ്തവ സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. UDFനോടും LDFനോടും എനിക്ക് പറയാനുള്ളത്, ഒരു പ്രശ്നം വരുമ്പോൾ വോട്ട് ബാങ്ക് നോക്കി മതപ്രീണനം നടത്തരുത്. വർഗീയതയിൽ നിന്ന് UDFും LDFും പിന്മാറണം. അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. വർഗീയത എന്ന ഭൂതത്തെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ആർക്കും അതിനെ പിന്നെ തിരിച്ച് കുടത്തിനകത്ത് കയറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദോഷത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. അഡ്വക്കേറ്റ് പ്രകാശ് P. തോമസ്, കൃത്യമായ തെളിവുകളോടെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിലും കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന രാഷ്ട്രീയമായ അവഗണനയെക്കുറിച്ച്, 2 മുന്നണികളും ഈ സമൂഹത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കേരളത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്നു. മാത്രവുമല്ല, വളരെ പ്രതീക്ഷയോടെ ക്രൈസ്തവ സമൂഹം കാത്തിരുന്ന JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ അംഗീകരിക്കുവാനോ നടപ്പിലാക്കുവാനോ തയ്യാറാകാത്ത ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നടപടികളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം.